ആരെ അറിയിക്കാതെ നിങ്ങൾ ചെയ്ത ആദ്യത്തെ കാര്യം? ആരെ അറിയിക്കാത്ത ഒരു കാര്യം ഞങ്ങൾ ചെയ്തത് കുളമായി ജീവിതത്തിൽ തന്നെ മാറിപ്പോയ ഒരു കാര്യമുണ്ട്. അതെന്താ? നമ്മള് ബൈക്ക് എടുത്ത് കോളേജ് റൊമാൻസിന് പോയതാ ഞങ്ങളുടെ കോളേജ് ജീവിതം അയവിറക്കാൻ വേണ്ടി. നിത കോതോങ്കലത്തായിരുന്നു. ഞാനിവിടെ വീട്ടില് എന്റെ കാര്യം. അപ്പൊ ഞാനിവിടെ അന്ന് എനിക്ക് ഇന്നും ആർക്കും അറിയില്ല. ഞങ്ങൾ അങ്ങനെ ബൈക്കും അങ്ങനെ അധികം ട്രാവൽ ചെയ്യാറില്ല. ഞാൻ ഇവിടെ ഞങ്ങൾ ബൈക്കിൽ അങ്ങനെ അധികം ട്രാവൽ ചെയ്യാറില്ല. എനിക്ക് അങ്ങനെ വലിയ താല്പര്യമുള്ള കാര്യമല്ല ബൈക്ക്. പക്ഷെ ഞാൻ ആ കോളേജ് ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ഞാൻ നിതേനെ സർപ്രൈസ് ആയിട്ട് നിത കോതോങ്കലത്തേക്കാണ്. ഞാനിവിടെ ആയിരുന്നു. ഞാൻ പറഞ്ഞു നിത ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇതോട് ഞാൻ ചെന്ന് ഞാൻ ബൈക്കുമേ തന്നെ ഇതൊന്ന് കയറി ഇനി അത്യാവശ്യമായിട്ട് നമുക്ക് പോകണം എന്ന് പറഞ്ഞു. കോതോങ്കലം വീട്ടിൽ പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് പോരാണ് പറഞ്ഞു. പിള്ളേരെ അവിടെ നിർത്തി. അന്ന് പിള്ളേരുണ്ട് അല്ലേ? അപ്പൊ ഞങ്ങളോട് ഞാനൊരു ആവശ്യത്തിന് പോകണാണ് ഐ വിൽ കം ബാക്ക്. ഇതോട് ഞാൻ പറഞ്ഞു ഇതാ കയറി ഞാൻ സ്ഥലത്തേക്കാ പോണേ കയറി കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി മൂന്നാർക്ക് പോയി ബൈക്ക്. ഞങ്ങൾ ആക്ച്വലി മൂന്നാർക്ക് പോകുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അറിഞ്ഞാൽ ചിലപ്പോ ആരും സമ്മതിക്കില്ലായിരുന്നു. റിസ്ക് ആണല്ലോ. പക്ഷെ ഞങ്ങളുടെ ഞാനും ശരിക്കും അങ്ങനത്തെ റിസ്ക് ഞാൻ അത്ര എടുക്കാത്ത ആളാണ്. പക്ഷെ പ്രോമി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പോവാൻ. അപ്പൊ ഞാൻ അതിന് നോ പറഞ്ഞ ആ എക്സൈറ്റ്മെന്റ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഓക്കെ ജാക്കറ്റ് ഒക്കെ ഇട്ട് ഹെൽമെറ്റ് ഒക്കെ വെച്ച് റൈഡേഴ്സിന്റെ പോലെ ഞങ്ങള് മൂന്നാർ പോയി. അടിപൊളിയായിരുന്നു, രസമായിരുന്നു. ഞങ്ങൾ ചെന്നു, അവിടെ ചെന്നു ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഭയങ്കര സ്പീഡിലൊന്നുമല്ല, നമ്മള് ബുള്ളറ്റിലായിരുന്നു പോയത്.